ഇടിച്ചക്ക തോരൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇടിച്ചക്ക ആദ്യം എടുത്ത് നമുക്കത് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. കയ്യിലും കത്തിയിലും വെളിച്ചെണ്ണ തൂവിയിട്ട് വേണം ഇടിച്ചക്ക ആദ്യം മുറിക്കാനായിട്ട്. ഇല്ലെങ്കിൽ അതിൻ്റെ കറ കത്തിയിലും കയ്യിലും പറ്റുകയാണെങ്കിൽ പിന്നെ അത് പശ പോലെ ഒട്ടിയിരിക്കും. അതിൻ്റെ പശ കളയാനായിട്ട് ഇതുപോലെ തേങ്ങയുടെ ചകിരി ഉപയോഗിച്ച് അതിൻ്റെ കറ ഇതുപോലെ തുടച്ചെടുക്കുക. ഫ്രഷ് ചക്കയാണെങ്കിൽ ഇഷ്ടംപോലെ കറ ഇതുപോലെ വന്നുകൊണ്ടിരിക്കും. മാറുന്നത് വരെ ഒന്ന് തുടച്ചിട്ട് സൈഡിലുള്ള പച്ച കളറിലുള്ള തൊലി നമുക്ക് അരിഞ്ഞ് കളയാം. അരിഞ്ഞ് കളയുമ്പോഴും ചിലപ്പം സൈഡിൽ നിന്നും കറ വരും. അതും ചകിരി വെച്ച് ഒന്ന് തുടച്ചെടുക്കുക. ഇനി ഇടിച്ചക്ക അരിഞ്ഞെടുക്കാം. അതിൻ്റെ നടുഭാഗത്തിലുള്ള വളരെ കട്ടിയാണെങ്കിൽ അത് നമുക്ക് മുറിച്ച് കളയാം. ചിലത് വളരെ ഇളം തണ്ടാണെങ്കിൽ നമുക്ക് അതും കൂടെ എടുക്കാവുന്നതാണ്. ഇത് ശകലം കട്ടിയുള്ളതായതുകൊണ്ട് അത് അരിഞ്ഞ് കളയുന്നുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് നമുക്കത് വേവിച്ചെടുക്കാം. ചക്ക മുറിച്ച് കഴിഞ്ഞിട്ടും കത്തിയും കൈയും വെളിച്ചെണ്ണ വെച്ച് തേച്ചിട്ട് വേണം കഴുകാനായിട്ട്. ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് കറ പോകത്തില്ല. ഇനിയും വേവിക്കാനായിട്ട് ആദ്യം ചീനച്ചട്ടിയിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെള്ളം തിളയ്ക്കുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിട്ട് കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ആദ്യം അങ്ങനെ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ ചട്ടി ഒരുപാട് വൃത്തികേടാവാതെ നമുക്ക് കിട്ടും. 3/4 വേവേ കഷ്ണം പാടുള്ളൂ. ഇതുപോലെ ഊറ്റിയെടുത്ത് തണുക്കാനായിട്ട് വെക്കുക. തണുത്തതിന് ശേഷം അത് ചതച്ചെടുക്കാം. മിക്സിയിലും അതുപോലെ വെളിച്ചെണ്ണ തൂവുകയാണെങ്കിൽ നമുക്കത് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ചതച്ചെടുക്കാനും പറ്റും. ഇതുപോലെ കുഴഞ്ഞു പോവാതെ ചതച്ചെടുക്കുക. ഇടിച്ചക്ക എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. അതേ മിക്സിയിൽ തേങ്ങയും ചുമന്ന മുളകും കൂടെ ചതച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി താളിപ്പിനായിട്ട് വെളിച്ചെണ്ണയും കടുകും ചുമന്ന മുളകും ഉഴുന്നുപരിപ്പ് ഒന്ന് ചുമന്ന് വരുമ്പം അതിലേക്ക് കരിവേപ്പിലയും കൂടെ ചേർക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം ഒരു നുള്ള് കായപ്പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പം വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുക്കുക. നന്നായിട്ട് ഉപ്പ് ചേർന്ന് ആവി കയറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരുന്ന തേങ്ങയും കൂടെ ചേർത്ത് ഇടിച്ചക്ക കൊണ്ട് തന്നെ ഒന്ന് നല്ലോണം പൊതിഞ്ഞ് ഒരു 5 മിനിറ്റോളം ചെറുതീയിൽ വെച്ച് ആവി കയറ്റി എടുക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇടിച്ചക്കത്തോരൻ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇടിച്ചക്ക വെള്ളത്തിൽ വേവിക്കേണ്ടെന്നുള്ളവർക്ക് ആവിയിൽ വേവിച്ചും എടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിതുപോലെ തോരൻ തയ്യാറാക്കി എടുക്കാം. ഉള്ളിയോ വെളുത്തുള്ളിയോ ചേർക്കാതെ ഇടിച്ചക്കത്തോരൻ എല്ലാവരും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക.